ഈ അന്വേഷണം എന്ന് പറഞ്ഞാൽ വെറും പ്രഹസനം എന്നുള്ളതല്ലാതെ ഒന്ന് ആ ഏർമാടം അവിടെ ഇരിക്കുമ്പോൾ അത് പറന്നു പോയത് ട്രെയിൻ പറന്നു പോയെന്ന് പറഞ്ഞു. ട്രെയിനൊക്കെ പറന്നു പോയെന്ന് ഒരു പറഞ്ഞാൽ തന്നെ എന്തൊരു മണ്ടത്തരമായിപ്പോയി. ലോക മണ്ടത്തരമായിരുന്നു അത്. ഇമ്മളെ ഭ്രമയുഗം എന്ന സിനിമയൊക്കെ എഴുതിയ ടി രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പച്ച മഞ്ഞ ചുവപ്പ് എന്ന നോവലിൽ എഴുതിയിട്ടുണ്ട്. ട്രെയിൻ സേഫ്റ്റി ഉപകരണങ്ങൾ വിൽക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? ട്രെയിൻ അപകടങ്ങൾ വേണം. കൊറോണ വന്നപ്പോഴാണല്ലോ മാസ്ക്, സാനിറ്റൈസർ, വാക്സിൻ വിപണിയൊക്കെ സജീവമായത്. എന്തായാലും ഇന്ന് ചിന്തോസ്കി ഉള്ളത് 35 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തെ നടുക്കിയ, ഇന്നും കാരണം വെളിവാക്കപ്പെട്ടിട്ടില്ലാത്തൊരു ട്രെയിൻ അപകടം നടന്നിടത്താണ്. വർഷം 1988 ജൂലൈ 8. കൊല്ലം അഷ്ടമുടി കായലിന് കുറുകെയുള്ള റെയിൽവേ പാലത്തിന് മുകളിലാണ് ട്രെയിൻ പാളം തെറ്റി 105 പേർ മരിച്ചത്. ട്രാക്ക് അലൈൻമെന്റിന്റെ പ്രശ്നമാണെന്നോ ഫോൾട്ടി വീൽസ് ആണെന്നോ അമിത വേഗതയാണെന്നോ ഒക്കെ തിയറീസ് ഉണ്ടായി. പക്ഷെ കൃത്യമായ കാരണം ഇന്നും അൺനോൺ ആണ്. ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്ന ഐലൻഡ് എക്സ്പ്രസിലെ 10 ബോഗികളാണ് ഉച്ചയ്ക്ക് 1:15 പാളം തെറ്റി അഷ്ടമുടി കായലിലേക്ക് പതിച്ചത്. ആകെ 14 കോച്ചുകളിൽ 2 ജനറൽ കമ്പാർട്ട്മെന്റുകളും എഞ്ചിനും പാഴ്സൽ വാനും മാത്രമാണ് പാലം കടന്നത്. വെള്ളത്തിലേക്ക് വീണ കോച്ചുകളിൽ 2 എണ്ണം തല കീഴായി മറിഞ്ഞിരുന്നു. എല്ലാ ദുരന്ത മുഖങ്ങളിലും എന്ന പോലെ തദ്ദേശീയരായ നാട്ടുകാർ ഓടിക്കൂടി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. പരിക്കേറ്റവരെ കൊല്ലം ജില്ലാ ആശുപത്രിയിലും സമീപത്തെ സ്വകാര്യ ക്ലിനിക്കിലുമൊക്കെ ചികിത്സിച്ചു. കൊച്ചിയിൽ നിന്ന് സൈന്യവും മുങ്ങൽ വിദഗ്ധരുമെത്തി. അന്ന് റെയിൽവേ സഹമന്ത്രിയായിരുന്ന മാധവറാവു സിന്ധ്യ നേരിട്ടെത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു. മമ്മൂട്ടി നായകനായെത്തി ഭദ്രൻ സംവിധാനം ചെയ്ത അയ്യർ ദ ഗ്രേറ്റ് സിനിമയിലും ദുരന്തം പ്രതിപാദിക്കുന്നുണ്ട്. വിവരാവകാശ നിയമപ്രകാരം ഈ ദുരന്തത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് ലഭ്യമാക്കാൻ സാധ്യമല്ല. അത് കോൺഫിഡൻഷ്യൽ ആണെന്ന വിവരമാണ് റെയിൽവേ നൽകിയത്. ഇതാണ് അപകടത്തെ കൂടുതൽ നിഗൂഢമാക്കുന്നത്. ഈ ദുരന്തത്തിന്റെ ദൃക്സാക്ഷിയായ ഒരാളുടെ വാക്കുകൾ നമുക്ക് കേട്ടു നോക്കാം. എൻ്റെ പേര് സുരേഷ് കുമാർ എന്നാണ്. ഞാൻ ഇവിടുത്തെ പെരുമൺ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനാണ്. ഇവിടെ തൊട്ടടുത്ത് പേഴുന്തുരുത്തിലാണ് എൻ്റെ വീട്. 1988 ജൂലൈ 8 ഉച്ചയ്ക്ക് 1 മണിക്ക് ഐലൻഡ് എക്സ്പ്രസ് ആയിരുന്നു. ഐലൻഡ് എക്സ്പ്രസ്സിൽ പിന്നെ എറണാകുളത്ത് ഇങ്ങനെ കൊല്ലത്തിന് വരുന്ന സമയത്താണ് 1 മണിയായപ്പോഴാണ് സാധാരണയിൽ നിന്നും വളരെ സ്പീഡ് കൂടുതലായിരുന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ സ്ഥലത്താന്നേരം ഇല്ലെങ്കിൽ തന്നെയും അങ്ങനെ അറിയുന്നതാണ്. ഭയങ്കര സ്പീഡിലാണ് വന്നത്. വണ്ടി സ്പീഡിൽ വന്ന് അവിടെ അതിൻ്റെ ബോൾട്ടൊക്കെ ഈ പണിക്കാരുണ്ടായിരുന്നു. അവർ ബോൾട്ടൊക്കെ ഇളക്കി വെച്ചിരുന്നതൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഗവൺമെൻറ് ഇതിൻ്റെ ഒരു വലിയ പിന്നെ അന്വേഷണമൊക്കെ നടത്തി ഒരു അന്വേഷണ കമ്മീഷനൊക്കെ വെച്ച് അവർ കണ്ടുപിടിച്ചത് ടൊർണോഡോ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാറ്റ്, വലിയ ചുഴലിക്കാറ്റുണ്ടായി ട്രെയിൻ മറിയാം എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം. അത് ഒരു തൊട്ടപ്പുറത്ത് ബോട്ട് കിടക്കുന്ന ബോട്ട് കെട്ടിയുടെ തൊട്ടടുത്ത് അവിടെ ഒരു ഏർമാടം ഉണ്ടായിരുന്നു. പഴയ ഈ മുട്ടായി കച്ചവടവും വെള്ളമൊക്കെ കച്ചവടം ഏർമാടം ഉണ്ടായിരുന്നു. ആ ഏർമാടം ഓല വെച്ച് അതിൻ്റെ മുകൾ ഭാഗം ഓല വെച്ച് കെട്ടിയിരുന്ന ആ സാധനം അതുപോലെ അവിടെ ഇരിപ്പുണ്ട്. ഈ ടൊർണോഡോ എന്ന് പറഞ്ഞാൽ കാറ്റ് വന്ന് അടിച്ചാൽ എങ്കിലും അതെങ്കിലും പറന്നു പോകണം. ഇത് പിന്നെ ആയിരക്കണക്കിന് ടൺ വെയിറ്റുള്ള ട്രെയിനാണ് മറിഞ്ഞ് ഇങ്ങോട്ട് വീണമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു കാറ്റടിക്കാന്നേ അപ്പുറത്തോട്ട് വീണമല്ലോ. ഇത് ഇങ്ങേ സൈഡിലോട്ട് എല്ലാം ഒരുവിധം എല്ലാ കമ്പാർട്ട്മെൻറ്റും ഇങ്ങോട്ട് വീഴി ഒരു കമ്പാർട്ട്മെൻറ്റ് ഈ പാലത്തിന് അപ്പുറ സൈഡിൽ കുത്തി നിൽക്കുകയായിരുന്നു. അന്നത്തെ പഴയ പടം കണ്ടാൽ അറിയാം. ഇതിൻ്റെ ആ പാലത്തിലൂടെ ഇങ്ങനെ കുത്തി നിൽക്കുകയായിരുന്നു. അതിനകത്തായിരുന്നു MA ബേബിയുടെ ഭാര്യയൊക്കെ ഉണ്ടായിരുന്നത്, ബെറ്റി ബേബിയൊക്കെ. അതിൽ നമ്മുടെ ഇവിടുന്ന് അടുത്ത പ്രദേശത്ത് അപ്പുറത്തുനിന്ന് ഈ ഞങ്ങളുടെ സ്ഥലത്തിന് അപ്പുറത്ത് അന്ന് മേഴ്സിക്കുട്ടിയമ്മയുടെ കല്യാണ ദിവസമായിരുന്നു. അന്ന് മേഴ്സിക്കുട്ടിയമ്മയുടെ സുഹൃത്ത് ഞങ്ങൾ അങ്ങേക്കരയ്ക്കുള്ള അവരുടെ വീട് മണ്ടോത്തുരത്തില്ല, മേഴ്സിക്കുട്ടിയുടെ വീട്. അവരുടെ സുഹൃത്ത് കല്യാണത്തിന് ഈ വണ്ടിക്ക് ഓർത്തുണ്ടായിരുന്നു. അതും അതിൻ്റെ കുട്ടി ഉണ്ടായിരുന്നു തോന്നുന്നു. അവർ ഈ വണ്ടി അത് ആക്സിഡൻറ്റ് മരിച്ചുപോയി. പിന്നെ നമ്മൾ അടുത്ത പ്രദേശത്തുള്ളത് അഞ്ചാലും മുട്ടുകാരുണ്ടായിരുന്നു, 2 പേരുണ്ടായിരുന്നു. എനിക്കറിയാവുന്ന 2 പേരുണ്ടായിരുന്നു അതിനകത്ത്. ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ്റെ മകനുണ്ടായിരുന്നു ഇതിനകത്ത്. അവൻ ജോലിക്ക് വടക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം എടുത്തപ്പം അയാളുടെ മോനെ കിട്ടിയത്. ഈ ഇതെടുക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട ഒരാളായിരുന്നു, റെയിൽവേ ജോലിക്കാരനായിരുന്നു. എടുക്കുമ്പോൾ അയാളുടെ മോനുണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെ വളരെ നമ്മളൊക്കെ അതിനകത്ത് എൻ്റെ ഈ പരിപാടിക്കകത്ത് പങ്കെടുത്തതാണ്. എൻ്റെ കൊച്ചിൻ്റെ ഇവിടെ അപ്പുറത്തായിരുന്നു. നമുക്ക് വള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വള്ളമൊക്കെ കൊണ്ടുവന്ന് അതിനകത്ത് തട്ടിമുട്ടി വെള്ളമൊക്കെ ചീത്തയായി പോവുകയൊക്കെ ചെയ്തതാണ്. ഞങ്ങൾക്ക് അതിന് ഗവൺമെൻറ് എന്താ ഇത് ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിയവർക്കൊരു പൈസയൊക്കെ കൊടുത്തായിരുന്നു. എത്ര നീ ഓർക്കുന്നില്ല, 1000 രൂപ കൊണ്ടാണെന്ന് തോന്നുന്നു. ഒത്തിരി പേർക്ക് ഇതിൽ പങ്കെടുത്ത മത്സ്യത്തൊഴിലാളിയാണ് കൂടുതൽ. നമുക്കൊക്കെ വലുതായിട്ട് ഈ കായലിൽ ഇറങ്ങുന്നത് ഇപ്പം തന്നെ നോക്കില്ല, ഭയങ്കര ഒഴുക്കില്ലേ. അന്ന് അതിൻ്റെ ഉള്ളിൽ ആ താഴെ ഇറങ്ങി ചേർക്കണമെങ്കിൽ അവരെ കൊണ്ട് നമ്മളിങ്ങനെ വള്ളത്തിലൊക്കെ ഇരുന്ന് ചെയ്യാവുന്ന ഇതെന്നുള്ള
കുറേ ആളുകൾ നമ്മൾ വള്ളത്തിൽ കരക്കയറ്റി കൊണ്ടുപോവുകയൊക്കെ ചെയ്ത് കുറേ പേര് രക്ഷപ്പെട്ടു. വളരെ കഷ്ടമായ രംഗങ്ങളായിരുന്നു കണ്ടത്. ഇനി എത്ര പേര് ഇങ്ങനെ വെള്ളത്തിൽ ഇത്രയും മുങ്ങിക്കിടക്കുക. കുറച്ച് ഭാഗം ട്രെയിനിന് മുകളിൽ ഇങ്ങനെ ഇവിടെ വലിയ ആഴമൊന്നുമില്ല. ഈ റെയിൽവേയുടെ പാലം പണി നടന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ നികപ്പുണ്ടായിരുന്നു ഇതിനോട് ചേർന്ന്. അതുകൊണ്ട് പിന്നെ കുറച്ച് ഭാഗങ്ങൾ പൊങ്ങിയിരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇരുന്നിടത്തുനിന്ന് ആളുകളാണ് രക്ഷപ്പെട്ടത്. അല്ല അതിനകത്ത് കുടുങ്ങിപ്പോയി ബാക്കി എല്ലാവരും ചത്തുപോയത് തന്നെ. അതിന് 105 പേര് മരിച്ചു പോയത്. ഭയങ്കര ഇവർ പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ വെറും ഈ അന്വേഷണം എന്ന് പറഞ്ഞാൽ വെറും പ്രഹസനം എന്നുള്ളതല്ലാതെ ഏർമാടം അവിടെ ഇരിക്കുമ്പോൾ അത് പറന്നു പോയത് ട്രെയിൻ പറന്നു പോയെന്ന് പറഞ്ഞാൽ ട്രെയിനൊക്കെ പറന്നു പോയെന്ന് ഇവർ പറഞ്ഞാൽ തന്നെ എന്തൊരു മണ്ടത്തരമായിപ്പോയി. ലോകമണ്ടത്തരമായിരുന്നു അത്. ഈ പിന്നെ ഇതിൻ്റെ അനുബന്ധമായി നമ്മുടെ പഞ്ചായത്ത് പനയം പഞ്ചായത്തുകാർ ഈ മരിച്ചവരുടെ ലിസ്റ്റെല്ലാം കൂടെ ചേർത്ത് പിന്നെ ഈ ഇതിനകത്ത് നമ്മുടെ വലിയ ബോർഡെന്ന് പറഞ്ഞാൽ ഈ മാർബിളിനകത്ത് 105 പേരുടെ 104 പേരുടെ ഉണ്ട്. ഒരാളിൻ്റെ കറക്റ്റായിട്ട് പേര് കിട്ടിയില്ലായിരുന്നു. ആ 105 പേരുടെ ലിസ്റ്റ് പേര് സഹിതം എടുത്തിട്ടുണ്ട്. പേര് ഫോട്ടോ ഒന്നുമില്ല, എല്ലാവരുടെയും പേര് ലിസ്റ്റാക്കി അവിടെ ഒരു സ്തൂപം, അവിടെ ഒരു പിന്നെ വലിയൊരു ചെറിയ കെട്ടിടം പോലെ പണിഞ്ഞിട്ട് അതിൻ്റെ ഒരു മന്ദിരം പോലെ പണിഞ്ഞിട്ട് അതിനകത്ത് ഭിത്തിയിലവനെ ഈ മാർബിളിനകത്ത് കൊത്തി വെച്ചിരുന്നതായിരുന്നു. തൊട്ടപ്പുറത്ത് പുതിയ പാലം പണിയുന്നിടത്തായിരുന്നു അത്. അതവിടെ ആ റോഡ് വന്ന് നമ്മുടെ പെരുമൺ റോഡ് വന്ന് അവസാനിക്കുന്ന ഭാഗമായിരുന്നു. അവിടെ ഇപ്പോൾ പുതിയ പാലം പണി നടക്കുന്നത്. എന്നാൽ പാലം പണിയുന്ന സ്ഥലത്തായിരുന്നു ഇത്. അത് കാരണം ആ കാല് വരുന്ന ഭാഗത്താണ് അത് പൊളിച്ച് പാലം പൊളിച്ച് കളഞ്ഞു. ലിസ്റ്റൊക്കെ പഞ്ചായത്തിലുണ്ട്. പക്ഷെ അത് അവർ പാലം പണി കഴിയുമ്പോൾ അവിടെ സ്ഥലം കണ്ടെത്തി അത് ചെയ്യുമെന്നാണ് പറയുന്നത്. പനയം പഞ്ചായത്തിൻ്റെതായിട്ട് ചെയ്തതായിരുന്നു ഈ സ്തൂപം എല്ലാം കൂടെ, ഈ പേരെല്ലാം കൂടെ വെച്ച്. അന്നേരം അവിടെ നമ്മുടെ ഇതിൻ്റെ പരിപാടി ഈ സമയമാകുമ്പോൾ ഈ പിന്നെ സ്മൃതി ഡേറ്റ് ആകുന്നുണ്ടെങ്കിൽ അവിടെയും ഇതിൻ്റെ പുഷ്പചക്രം അർപ്പിക്കുകയും ആളുകൾ വന്ന് ഇതൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നതായിരുന്നു. ഇപ്പോൾ പിന്നെ അതിഞ്ഞ് പാലം പണി തീർന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് 1 വർഷത്തിനായി പാലം പണി തീരും. അന്നേരം അവർ ചെയ്യുമെന്നാണ് പറയുന്നത്. പഞ്ചായത്തിൻ്റെ എല്ലാം ലിസ്റ്റിലെല്ലാം ഉണ്ട്. കാലങ്ങൾക്കിപ്പുറവും സാങ്കേതിക വിദ്യ വളരെയധികം വളർന്നുവെങ്കിലും ട്രെയിൻ അപകടങ്ങൾ തുടർക്കഥകളാകുന്നു. 60 പേർക്ക് പരിക്കേറ്റ വെസ്റ്റ് ബംഗാൾ ട്രെയിൻ അപകടം ഉൾപ്പെടെ അഗ്നിബാധയടക്കം 8 ട്രെയിൻ അപകടങ്ങൾ 2024 സംഭവിച്ചു. ട്രെയിൻ യാത്രകൾ നമ്മൾക്ക് അവഗണിക്കാനാവില്ല. അത്രമേൽ ഈ വാഹനം സാധാരണക്കാരനെ സ്വാധീനിച്ചു കഴിഞ്ഞു. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഇറ്റ്സ് മീ ചിന്തോസ്കി സൈനിങ് ഓഫ്.